വന്ദേമാതരം ദേശീയ ഗാനമായി എല്ലാ സ്കൂളിലും സർക്കാർ പരിപാടികളിലും ആലപിക്കണമെന്ന നിർദ്ദേശം തള്ളി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. രാജ്യവ്യാപകമായ ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ കർമാന്യൂസ് മലയാളികളിലേക്ക് എത്തിക്കുന്നത്. വന്ദേമാതരം ദേശീയ ഗാനമായി നിർബന്ധമായും ആലപിക്കണമെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം തള്ളുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഇത് രാജ്യവ്യാപകമായ വിവാദത്തിലേക്ക് തിരികൊളുത്തുകയാണ്. ഇത് ഇസ്ലാമിക വിരുദ്ധവും മതവിരുദ്ധവുമാണ്. മതേതര രാജ്യത്ത് പറ്റില്ല. ഭരണഘടന, സുപ്രീം കോടതി എന്നിവയ്ക്കും എതിരാണ് എന്നും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വ്യക്തമാക്കി. ആദ്യം നമുക്ക് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പുതിയ കേന്ദ്ര സർക്കാർ ഉത്തരവിലേക്ക് ഒന്നുകൂടി പോകാം. അതിങ്ങനെ: ഇനി മുതൽ വന്ദേമാതരം ഇന്ത്യയുടെ ഒന്നാമത്തെ ദേശീയ ഗാനം. രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങളുടെയും ദേശീയ ആദരവുകളുടെയും പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്ദേമാതരം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് രാജ്യവ്യാപകമായി ബാധകമായ ഉത്തരവിറക്കി കഴിഞ്ഞു. എല്ലാ സർക്കാർ പരിപാടിയിലും എല്ലാ സ്കൂളുകളിലും വന്ദേമാതരം പാടണം. ഇത് നിലവിലെ ജനഗണമനയ്ക്ക് മുമ്പായി തന്നെ ആയിരിക്കണം പാടേണ്ടത്. ജനഗണമന രണ്ടാമത് വരുന്നതിനാൽ ഒഴിവാക്കിയാലും വിഷയമാകില്ല. എന്നാൽ വന്ദേമാതരം ഒഴിവാക്കി ജനഗണമന മാത്രമായി പാടാനാകില്ല. ഉത്തരവിൽ തുടർന്നും പറയുന്നു, വന്ദേമാതരം പാടുമ്പോൾ ആദര സൂചകമായി എഴുന്നേറ്റ് നിന്ന് ബഹുമാനം അർപ്പിക്കണം. ഇനി വന്ദേമാതരത്തെ എതിർത്താലോ ആക്ഷേപിച്ചാലോ ദേശീയ ചിഹ്നങ്ങളും ദേശീയ വസ്തുക്കളും അപമാനിക്കുന്ന വകുപ്പ് ചുമത്തി കേസും വരും. ഇപ്പോൾ ഇതിനെയാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എതിർക്കുന്നത്. ഇത് മുസ്ലിം മതരീതിക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിക വിശ്വാസത്തിന് എതിരാണ്. ബംഗാളിന്റെ പശ്ചാത്തലത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്ന രീതിയിലാണ് വന്ദേമാതരം എഴുതിയത്. അതിനാൽ ഇത് പൂർണ്ണമായി ഉപയോഗിക്കരുത് എന്ന് സുപ്രീം കോടതി മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചൂണ്ടിക്കാട്ടി. എന്തായാലും പുതിയ ഉത്തരവ് അംഗീകരിക്കാനാകില്ല എന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വന്ദേമാതരത്തിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇറക്കിയ അവരുടെ ഔദ്യോഗിക കുറിപ്പ് കർമാന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി മൗലാന മുഹമ്മദ് ഫസ്ലുർ റഹീം മുജാദിദിയുടെ നിരീക്ഷണമാണുള്ളത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വന്ദേമാതരം ചൊല്ലൽ നിർബന്ധമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും അസ്വീകാര്യവുമാണ്. സർക്കാർ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വിജ്ഞാപനം പിൻവലിക്കണം. ഔദ്യോഗിക ചടങ്ങുകളിലും സ്കൂളുകളിലും ദേശീയഗാനമായ ജനഗണമനയ്ക്ക് മുൻപ് വന്ദേമാതരത്തിന്റെ എല്ലാ വാക്യങ്ങളും ചൊല്ലുന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപകാല വിജ്ഞാപനത്തിനെതിരെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ തീരുമാനത്തെ ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധവുമാണ് എന്ന് ബോർഡ് വിശേഷിപ്പിച്ചു. ഒരു പത്രക്കുറിപ്പിൽ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി മൗലാന മുഹമ്മദ് ഫസ്ലുർ റഹീം മുജാദിദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മതസ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും എതിരാണെന്നും സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളുടെ മതവിശ്വാസങ്ങളുമായി നേരിട്ട് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ഈ തീരുമാനം മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉപദേശത്തെയും ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളെയും തുടർന്ന് വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് മൗലാന ചൂണ്ടിക്കാട്ടി. ഒരു മതേതര സർക്കാരിന് ഒരു മതത്തിന്റെ വിശ്വാസങ്ങളോ പഠിപ്പിക്കലുകളോ മറ്റു മതങ്ങളുടെ അനുയായികളിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാളിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗാനം എഴുതിയതെന്നും ദുർഗയെയും മറ്റു ദേവതകളെയും ആരാധിക്കുന്നതിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ പരിഗണനകൾ എന്ത് തന്നെയായാലും മുസ്ലിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് അവരുടെ വിശ്വാസവുമായി നേരിട്ട് വിരുദ്ധമാണ്. പങ്കാളികളില്ലാതെ ഒരു മുസ്ലിം ഏകദൈവമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. ഇസ്ലാം ദൈവവുമായി ഒരു തരത്തിലുമുള്ള പങ്കാളികളെയും അനുവദിക്കുന്നില്ല. മറ്റു ഖണ്ഡികകൾ മതേതര മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും അവയുടെ പാരായണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇന്ത്യൻ കോടതികൾ വിധിച്ചിട്ടുണ്ടെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. അതിനാൽ കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ബോർഡ് കോടതിയിൽ അതിനെ വെല്ലുവിളിക്കും. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.